നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ ജോർജ് ദില്ലിയിലേക്ക്. ജെ.പി. നദ്ദയെ കാണാൻ സമയം തേടി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് വീണ്ടും ദില്ലിയിലെത്തും. രാവിലെ 10 മണിക്ക് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന മന്ത്രി അവിടെ നിന്നും കേരള ഹൗസിലേക്ക് പോകും. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഉച്ചയ്ക്ക് 2-നും 3-നും ഇടയിൽ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ തവണ ക്യൂബൻ സംഘത്തെ കാണാൻ ദില്ലിയിലെത്തിയ ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നെങ്കിലും പാർലമെന്റ് നടക്കുന്ന സമയമായതിനാൽ ലഭിച്ചില്ല. തുടർന്ന് 2 നിവേദനങ്ങൾ ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയിരുന്നു. ഇലന്തൂർ നരബലി കേസ് വിടുതൽ ഹർജിയിൽ കോടതി വിധി ഇന്ന്. കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഹർജി തള്ളിയാൽ പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തും. കേസിൽ തങ്ങൾക്കെതിരെ തെളിവില്ലെന്നും കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണെന്നാണ് പ്രതികളുടെ വാദം. എന്നാൽ പ്രതികൾക്കെതിരെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉണ്ടെന്ന് വിടുതൽ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ കടുത്ത നിലപാടെടുത്തിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിക്കായി 2 സ്ത്രീകളെ പണം വാഗ്ദാനം ചെയ്തെത്തിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. എറണാകുളത്ത് ലോട്ടറി കച്ചവടക്കാരായ തമിഴ്നാട് സ്വദേശി പത്മയും വടക്കാഞ്ചേരി സ്വദേശി റോസ്ലിനുമാണ് കൊല്ലപ്പെട്ടത്. പ്രദേശവാസികൾക്കും ഇനി ടോൾ. 7.5 കിലോമീറ്റർ പരിധിയിൽ മാത്രം ഇളവ്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ മാറ്റങ്ങൾ ഇന്നു മുതൽ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കും. ഇന്ന് രാവിലെ 9 മണി മുതലാണ് ടോൾ പിരിച്ചു തുടങ്ങുക. 7.5 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് ഇളവുണ്ട്. 3800 പേർക്ക് സൗജന്യ പാസ് ലഭിക്കും. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് 350 രൂപയുടെ പ്രതിമാസ പാസ് നൽകും. പ്രദേശവാസികളുടെ സൗജന്യ യാത്ര നിർത്തുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഡിവൈഎഫ്ഐ രാവിലെ തന്നെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. തുടർന്ന് ഈ നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് എസ്ഐക്കും കസ്റ്റഡിയിലുണ്ടായിരുന്ന യുവാവിനും വെട്ടേറ്റു. ഒറ്റപ്പാലം മിഡ്നയിൽ ഗ്രേഡ് എസ്ഐ രാജനാരായണനും കസ്റ്റഡിയിലിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത്. സംഘർഷ സ്ഥലത്ത് നിന്നും അക്ബറിനെ കൊണ്ടുപോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. മീഡ്ന മേഖലയിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതറിഞ്ഞാണ് പോലീസ് ഇവിടെ എത്തിയത്. അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് മടങ്ങുന്നതിനിടെ ഇയാളെ ആക്രമിച്ച മറ്റൊരു വിഭാഗം പോലീസിനെ ഉൾപ്പെടെ ആക്രമിക്കുകയായിരുന്നു. എസ്ഐ രാജനാരായണന്റെ കൈക്കാണ് വെട്ടേറ്റത്. ഉടൻ തന്നെ ഇരുവരെയും മറ്റു പോലീസുകാർ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പരിക്ക് ഗുരുതരമല്ല. ആക്രമിച്ച ആളുകളെ ഇതുവരെ പിടികൂടിയിട്ടുമില്ല. ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച് എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകൾക്ക് 41 രൂപയാണ് കുറച്ചത്. ദില്ലിയിൽ പുതുക്കിയ റീറ്റെയിൽ വിൽപ്പന വില ഇപ്പോൾ 1762 രൂപയാണ്. ചെന്നൈയിൽ വില 1921.50 രൂപയായി. കൊച്ചിയിൽ 1767 1769 രൂപ നിരക്കിലാകും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ LPG ആശ്രയിക്കുന്നവർക്ക് ഈ ക്രമീകരണം കുറച്ച് ആശ്വാസം നൽകും.